പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്സാഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, രഫായാവ്, യെരീയേൽ, യഹ്മായി, ഇബ്സാം, ഷെമൂവേൽ എന്നിവർ. അവരുടെ പിതാവായ തോലായുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 20,600. ഉസിയുടെ പുത്രന്മാർ ഇസ്രക്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബത്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബമായി സൈന്യഗണങ്ങളായി 36,000 പേര് ഉണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസ്സാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഖേർ, യെദീയയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസിയേൽ, എരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേഖേറിന്റെ പുത്രന്മാർ സെമീര, യോവാഷ്, എലിയേസർ, എല്യോവനായി, ഒമ്രി, എരേമോത്ത്, അബീയാവ്, അനാദോത്ത്, ആലേമെത്ത് ഇവരെല്ലാവരും ബേഖേറിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദീയയേലിന്റെ പുത്രന്മാർ ബിൽഹാന്റെ പുത്രന്മാർ യെവൂഷ്, ബെന്യാമീൻ, ഏഹൂദ്, കെനയന, സേധാൻ, തർക്കീസ്, അഹീഷാഫർ അവരെ എല്ലാവരും യെദീയയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം, അഹേരിന്റെ പുത്രന്മാർ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ എക്സിയേൽ, ഗൂനി, യേസർ, ഷല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനുഷ്യയുടെ പുത്രന്മാർ. അവന്റെ വെപ്പാട്ടി അരാമി സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീരിനെയും പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ഷുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്ന് ആയിരുന്നു. രണ്ടാമന്റെ പേർ ഷെലേഫെഹാദ് എന്ന് ആയിരുന്നു. ഷെലേഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഖീരിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരശ് എന്ന് പേർ വിളിച്ചു. അവന്റെ സഹോദരന് ഷേരസ് എന്നു പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേക്കെമും ആയിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനശ്ശയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാർ ആയിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഖത്ത്, ഈസ്ഹോദ്, അബിയേസർ, മഹ്ള എന്നിവരെ പ്രസവിച്ചു. ഷെമീദയുടെ പുത്രന്മാർ അഹ്യാൻ, ഷേഖേം, ലിഖേഖി, അനിയാം. എഫ്രയീമിന്റെ പുത്രന്മാർ ഷൂദേലഖ്, അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തകത്ത, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തകത്ത, അവന്റെ മകൻ സഭാദ്, അവന്റെ മകൻ ഷൂദേലഖ്, ഏസർ, എലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപകരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറെ നാൾ വിലപിച്ചു കൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരീയാവ് എന്ന് പേർ വിളിച്ചു. അവൻ്റെ മകൾ ഷെയേര. അവൾ താഴത്തെയും മേലത്തെയും ബേത് ഹോരോനും ഉസേൻ സേരയും പണിതു. അവൻ്റെ മകൻ രേഫകും രേഷഫും. അവൻ്റെ മകൻ തേലഹ്, അവൻ്റെ മകൻ തഹൻ, അവൻ്റെ മകൻ ലദാൻ, അവൻ്റെ മകൻ അമീഹൂദ, അവൻ്റെ മകൻ എലീഷാമ, അവൻ്റെ മകൻ നൂൻ, അവൻ്റെ മകൻ യഹോശൂബ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസയും
അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനുഷ്യരുടെ ദേശത്തിനരികെ ബെത്ഷെയാനും അതിൻ്റെ ഗ്രാമങ്ങളും, താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും, മെഹിത്തോവും അതിൻ്റെ ഗ്രാമങ്ങളും, ദോരും അതിൻ്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർ പാർത്തു. ആശേരിൻ്റെ പുത്രന്മാർ യിമ്ന, ഇശ്വ, ഇഷി, ബെരീയാവ. ഇവരുടെ സഹോദരി സേരഹ്. ബെരീയാവിൻ്റെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിൻ്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ എഫ്ലേത്തിനെയും ഷേമേരിനെയും ഹോദാമിനെയും അവരുടെ സഹോദരിയായ ഷൂവയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്ത്. ഇവർ യഫ്ലേത്തിൻ്റെ പുത്രന്മാർ. ഷേമേരിൻ്റെ പുത്രന്മാർ അഹി, രൊഖ, യഹൂബ, അരാം. അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫക്, യിമ്ന, ഷേലസ്, ആമാൽ. സോഫക്കിൻ്റെ പുത്രന്മാർ സൂഹ, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര. ബേസർ, ഹോദ്, ഷമ്മ, ഷിൽസ, ഈത്രാൻ, ബയേര. യേഥേരിൻ്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഖ്, ഹന്നീയേൽ, റിസ്യ. ഇവരെല്ലാവരും ആശേരിൻ്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളും ആയിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ. വായിച്ചതായ ഈ തിരുവചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.